നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ OP 10.0 നമ്മളുടെ പത്താമത്തെ സൈക്കിളിന്റെ ഭാഗമായിട്ടുള്ള ഓറിയന്റേഷൻ സെഷൻ ഒഫീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ സെഷൻ 2 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനെ കുറിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ MCOM ലേണേഴ്സും അല്ലെങ്കിൽ MCOMന്റെ ബാച്ച് നോക്കുന്നത് ഞാനാണ്. സോ എല്ലാവരോടും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഇന്ന് നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഇൻട്രോ പാർട്ടൊക്കെ ഞാൻ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എൻ്റെ കൂടെ ഞാൻ കൂടാതെ 3 അല്ലെങ്കിൽ മറ്റ് മെന്റേഴ്സ് ഒരു 3 മെന്റേഴ്സും കൂടി എൻ്റെ കൂടെ ഉണ്ട്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ദുർഗ മാം ഉണ്ട്. നോൺ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ, അതായത് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെയും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെയും മെന്റേഴ്സ് ആയിട്ടുള്ള മാധവി മാമും നസ്ല മാമും ഇന്ന് എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെന്റിലെ നമ്മളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒന്നും കൂടെ ഒന്ന് കൂളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളുടെ കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു സെഷനിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ വളരെ എന്താ പറയുക, ടെൻഷൻ അടിച്ചിരിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു മസിൽ പിടിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു സെഷൻ അല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ ആണ്. മാക്സിമം പാർട്ടിസിപ്പേഷൻ ഇൻ ദ സെൻസ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ജേണി അല്ലെങ്കിൽ ഒരു ഫുള്ളി ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ജേണി, നമ്മുടെ അക്കാഡമിക് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ ഈ ഒരു സെഷന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ MCOM ജൂലൈ 25 ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ അതിലെല്ലാവരുടെയും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള സെഷനിലും എസ്പെഷ്യലി ഇന്നത്തെ ഈ ഒരു സെഷനിലും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്രീ ആണ്, ഓക്കെ ആണ്. ഈ സെഷനിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇൻപുട്സുകളൊക്കെ ഒരു ബ്രേക്കും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തരാൻ വില്ലിംഗ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സെഷൻ ഞാൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് ദുർഗ മാമിനും നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ദുർഗ മാമിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓവർ ടു യു ദുർഗ മാം. ഇപ്പം രാഗി മാം പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും മെന്റർ ആണ് രാഗി മാം, അല്ലെ? അപ്പൊ എന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. നിങ്ങൾ നാളെ മുതൽ പ്രോപ്പർ ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മറ്റുള്ള ലേണേഴ്സ് ആയിട്ട് പരിചയപ്പെടുന്നതിനും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആക്റ്റീവ്ലി എല്ലാ കാര്യങ്ങളിലേക്കും ഫ്രീ മൈൻഡഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സെഷൻ ആണ് നമ്മുടെ ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലെല്ലാവരും ആക്റ്റീവ് ആയിട്ട് രാഗി മാം പറഞ്ഞ പോലെ തന്നെ ക്യാമറാസ് ഒക്കെ ഓൺ ചെയ്ത് നമ്മുടെ ചാറ്റ് ബോക്സും കാര്യങ്ങളെല്ലാം മാക്സിമം നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ ഞാൻ വൺസ് അഗെയിൻ ഈ ഒരു സെഷനിലേക്ക് ലേണേഴ്സിനെയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ മെന്റേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ മാം? ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് നിങ്ങളുടെ ഒരു ഇൻട്രോ, അതായത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സിന്റെ ഇൻട്രോ. നിങ്ങളുടെ പേര് പറയാം, നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാം, നിങ്ങൾ ഏത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നിങ്ങൾ MCOMന് വേണ്ടിയിട്ട് തന്നെയാണ്, എന്നാലും ജസ്റ്റ് നമ്മളൊരു സെൽഫ് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് മാത്രം. പ്രോഗ്രാമാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂട്ടിച്ചേർക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളെ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലോ എന്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എൻ്റെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി ഇതാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രോ പാർട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അറൌണ്ട് ഒരു 37 സ്റ്റുഡൻസേ ഉള്ളൂ, അല്ലെ? ഏകദേശം 32 സ്റ്റുഡൻസോളം ഇപ്പൊ ഈ സെഷനിലുണ്ട്. അപ്പോൾ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. ഞാൻ തുടക്കത്തിൽ ആരെയും ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കുന്നവര് അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്യാതെ തന്നെ നിങ്ങളോട്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നവര് വരിക, പറയാ. ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇൻട്രോ നിങ്ങളെ മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നിങ്ങളറിയാം, പക്ഷെ ഇവിടെ കൂടെയുള്ള ദുർഗ മാമിനായിക്കോട്ടെ, മാധവി മാമിനായിക്കോട്ടെ, നസ്ല മാമിനായിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള 36 ലേണേഴ്സിനായിക്കോട്ടെ നിങ്ങൾ അറിയില്ല. സോ നിങ്ങൾ ജസ്റ്റ് അവരെന്ത് ചെയ്യാണ്, പരിചയപ്പെടുക അല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ആരായിരിക്കും വരിക? മിസ് മൈസെൽഫ് ഫാത്തിമ മെഹ്റാൻ. ഓക്കെ, ഞാനിപ്പം ആക്ച്വലി എൻ്റെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് സൗദിയിലാണ്.
അപ്പൊ ആ ഞാൻ ഇവിടെ നിന്നാണ് എംകോമിന് വേണ്ടി എൻറോൾ ചെയ്തത്. ഞാൻ +2 2016 പാസ് ഔട്ട് ആയതാണ്. ആഫ്റ്റർ 8 ഇയേഴ്സ് ശേഷമാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ BCom ചെയ്തത് ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ. അതിനുശേഷമാണ് ഇപ്പോ എംകോമിന് എൻറോൾ ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമയ്ക്ക് എന്താ ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഫാത്തിമയ്ക്ക് തോന്നാറുണ്ടോ എനിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ഫാത്തിമ? ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. പൊതുവെ എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ 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 അതെ. ഓക്കെ. അങ്ങനെ ഫാത്തിമ, നമ്മുടെ ഭാഗത്തുനിന്ന് വലിയൊരു രീതിയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഫാത്തിമ എന്താ പറയാ ഒരു അതെ, ഒരു ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് എടുത്ത് എടുത്ത് മുന്നോട്ട് വന്നല്ലോ. വന്നു. അതെ അതെ. അതെ, അതൊരു വലിയൊരു കാര്യ. ഇനി ആരാണുള്ളത്? എൻ്റെ പേര് ഷീബ. ഞാൻ എൻ്റെ സ്വന്തം നാട് കോട്ടയമാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒമാനിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ 2006 BCom പാസ് ഔട്ട് ആയതാണ്. അതെ, 2006 BCom പാസ് ഔട്ടായി. 2008 ഞാൻ എൻ്റെ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു എൻ്റെ PG ചെയ്തിരുന്നത്. 2008 PG പാസ് ഔട്ടായി. ആഫ്റ്റർ 17 years ആണ് ഇപ്പം ഞാൻ എംകോമിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു കോളേജിൽ ലെക്ചറർ ആയിരുന്നു. എൻ്റെ കല്യാണം ആലോചിക്കുന്ന ടൈമിൽ ഞാൻ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ ജോലി രാജിവെച്ചിട്ട് സുൽത്താനേറ്റ് ഓഫ് ഒമാനിലേക്ക് വന്നു. ഇപ്പൊ 17 വർഷത്തിന് ശേഷം വീണ്ടും എംകോം സ്റ്റാർട്ട് ചെയ്ത് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു ഷീബ. ഞാന് കണ്ണൂരാണ്. ആ എൻ്റെ സ്വദേശം 2007 തന്നെ എക്സാം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഖത്തറിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടുന്ന് 1 വർഷം വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സെക്രട്ടറി പോസ്റ്റിൽ. പിന്നെ മക്കളായി, പിന്നെ അങ്ങനെയാകെ നീണ്ടുപോയി. ഇപ്പൊ തിരിച്ച് നാട്ടിൽ സെറ്റിലായി. ആ ഒരു BComന്റെ ബാക്ക് പേപ്പർ കഴിഞ്ഞ വർഷം എഴുതിയെടുത്ത് അങ്ങനെ അതിന് ശേഷം ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിൽ അങ്ങനെ എംകോമിന് ജോയിൻ ചെയ്തതാണ്. ആഫ്റ്റർ 17 years, ഷീബനെ പോലെ തന്നെ. അതെ, എന്നെ ഡോസ് കിട്ടുന്ന മാത്രം അല്ലേ? ഒരാവേശത്തിന് അങ്ങനെ ചേർന്നതാ. ആവേശം കെടുത്തണ്ട കേട്ടാ. കെടുത്തും തോറും ഞാൻ അവളുടെ അറ്റത്തുനിന്ന് വീണ്ടും കത്തിച്ചു തുടങ്ങും. ഓക്കെ, താങ്ക് യു മുബീന. ഇനി ആരാ വരുന്നത്? ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഇർഫാന. ഞാൻ ഇവിടെ കാലിക്കറ്റാണ് വീട്. ഞാൻ 2019 ഡിഗ്രി പാസ് ഔട്ട് ആയതായിരുന്നു. പിന്നെ കുറെ ബ്രേക്കായി, മാരേജ് കഴിഞ്ഞ് മക്കളായി. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഞാൻ 6 years കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ പിന്നെ ജോയിൻ ചെയ്തതാണ്. പിന്നെ ഞാൻ ജാനുവരിയിലായിരുന്നു ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ പിന്നെ കുറെ പ്രോബ്ലം കൊണ്ട് 6 months അങ്ങനെ ഡിലേ ആയിപ്പോയി. അപ്പൊ പിന്നെ ലാസ്റ്റ് ഞാൻ ലേൺവൈസിൽ ചേർന്നതായിരുന്നു. ഓക്കെ, സ്റ്റേബിളായി പോകുന്നുണ്ടല്ലോ. സെറ്റായി വരുന്നു. യാ. എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ വീട് കോട്ടയം. ആ. കോട്ടയം ബ്രഹ്മമംഗലം. ഞാൻ BCom കഴിഞ്ഞത് 2019 പിന്നെ ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്തു. പിന്നെ ഓക്കെ, നല്ല ഐശ്വര്യം ഉണ്ട് കാണാനായിട്ട്. അതെ അതെ അതെ. സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി എന്താന്നുള്ളത് മെൻഷൻ ചെയ്യുന്നില്ല. പറഞ്ഞില്ല ആരും ഇതുവരെ. എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങളോടും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി അറിഞ്ഞിരിക്കാം. ആദ്യമൊക്കെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ ഉള്ളൂ അല്ലെ? ടോക്കറ്റീവ് ആണ്. താങ്ക് യു ഐശ്വര്യ. അടുത്തത് ആരാ? മാം, ഞാൻ ശ്രീയ, കാസർഗോഡ് നിന്നാണ്. ഞാൻ 2023 ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെ ഒരു KG ടീച്ചേഴ്സ് ആണ് പ്രൈവറ്റ് സ്കൂളില്. അപ്പോ ഞാൻ എൻ്റെ ഫോൾട്ടെല്ലാം ഭയങ്കര മടിച്ച്
എന്തൊരു അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. അതൊരു സത്യസന്ധമായ എന്താ പറയാ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഉള്ള ഒരു കാര്യം. ഡിഗ്രിയിലായെന്നും ഭയങ്കര അവിടുന്ന് അടുക്കേ പഠിക്കും, വേറൊന്നും ഇതാക്കാല. അപ്പോ അനക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിന് ആളുണ്ടെങ്കിൽ, ഒരു മോട്ടിവേഷൻ ആളുണ്ടെങ്കിൽ ഞാൻ പഠിക്കും ചിലപ്പോ ഒരു വിശ്വാസത്തിൽ ഇതാക്കുന്നത്. അൽഹംദുലില്ലാ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ല. പ്രോപ്പർ ആയിട്ടുള്ള ആളുടെ കയ്യിലാണ് എത്തിയിട്ടുള്ളത് രാഖി മാമിന്റെ. അതെ. ഇനി മടിയൊക്കെ മാറിക്കോളും. മാം നല്ല മോട്ടിവേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ക്ലാസ് എന്തായി എന്ത്, ആ ഒരു പേടിയില് അല്ല ഒരു രീതിയില് പഠിക്കാൻ സ്റ്റാർട്ട് ആണ്. പിന്നെ എന്റെ ഹസ്ബൻഡും അങ്ങനെ പഠിച്ചാ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു. ഒരു കാസർഗോഡ് തൊഴിൽ slang സുഖമില്ല അല്ലെ, അടിപൊളിയാണ്. എല്ലാവരും ഇതന്നെ ചോദ്യം അല്ലേ. ഒരു സ്ലാങ്ങിന്റെ പ്രശ്നമുണ്ട് മാമിനും കണക്കായെങ്കും. അതെ, എനിക്ക് മനസ്സിലാവില്ല. അതെ അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ഞാൻ അങ്ങോട്ട് അങ്ങനെ സംസാരിക്കാൻ നോക്കുന്നു, പക്ഷെ അതിന്റെ കയ്യിൽ നിന്നല്ല പോന്നു. പിന്നെ അല്ല, നമ്മളായിട്ട് ഇരുന്നാ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ രാഖി മാം അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും സ്ലാങ്ങുമായിട്ട്. ഭയങ്കര ടോക്കറ്റീവ് മാത്രല്ല മുണ്ടേ അത് ശരിയാവോ തെറ്റാവോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാണ്. കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരുപാട് ശരിയാവും. സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് അതെ. ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മടിച്ചല്ലെങ്കിൽ ഭൂലോകം ഇനി ശരിയാവും. വീട്ടിന്റെ എന്താ പറയാ, വീട്ടില് വന്നിരുന്ന് ഹാളിൽ ഇരുന്നിട്ട് തന്നെ പറയണതാണ്. ഉമ്മ അങ്ങനെ ഇപ്പൊ ചെന്ന് അവിടെ നിന്നിട്ട് പറയണ ക്ലാസ് നോക്കുന്നെല്ലാം പറയണ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലേൺ വൈസിലെ മടിയൊക്കെ മാറ്റി നമ്മുടെ ആക്ടിവിറ്റീസും ക്ലാസ്സസും ടാസ്കുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മടിയൊക്കെ അങ്ങ് മാറിക്കോളും. അതെ. മാമിന്റെ മോട്ടിവേഷൻ മാം ചോദിക്കുമ്പോല്ലേ പഠിച്ചറാന്നാണ്. ഓരോ ക്യാപ്സ്യൂൾ ആണ് അല്ലെ, മോട്ടിവേഷൻ ക്യാപ്സ്യൂൾ തരുന്ന ആളാണ് രാഖി മാം. പഠിച്ച ഇങ്ങനെ ഇടക്കിടക്ക് കോൾ ആക്കിട്ടെല്ലാം ചോദിക്കുമ്പോല്ല ഇന്ന് ക്ലാസ് ചോദിക്ക അങ്ങനെയല്ല കേൾക്കാതെല്ലാം. ഇതിപ്പോ കുറച്ചു നേരത്തെ ചോദിച്ചുള്ളൂ അല്ലെ. അവന് പനിയായിരുന്നു, പനിയുടെ ക്ഷീണം മാറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ വെറുതെ വിട്ടു. ഓക്കേടാ, താങ്ക് യു മിസ് റിയ. ഇനിയും ഒരുപാട് പേര് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ക്യാമൊക്കെ ഓഫ് ചെയ്ത് ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. എഗെയിൻ ഒരു ഫാത്തിമയാണ് അല്ലെ. ഫാത്തിമ ഷെറ. ഞാൻ കൊയിലാണ്ടിയിൽ നിന്നാണ്, കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ കൊയിലാണ്ടിയിൽ. ഞാൻ ഈ BCom ഗ്രാജുവേറ്റ് ആയത്. PG ഡിസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ കൂടെ വേറെ കോഴ്സസും ചെയ്യാന്നുള്ള ഇതിലാണ് PG ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ വിചാരിച്ചത്. അപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാല് ഞാൻ കുറച്ച് ഉയർപ്പെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ലേൺ വൈസിലേക്ക് ചേർന്നത്. ഒരു മെന്ററോട് കൂടി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിരിക്കും തോന്നിയിട്ടാണ് ഞാൻ ലേൺ വൈസിൽ ചേർന്നത്. എന്നിട്ട് ഇപ്പൊ എവിടെ വരെ എത്തി നമ്മള്? പിന്നെ ഒന്നാമത് എനിക്കിപ്പോ കുറെ ഫങ്ഷൻസും ബാപ്പാന്റെ താല്പര്യം അങ്ങനെയൊക്കെ വന്നുകൊണ്ട് പഠിത്തത്തിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഇറങ്ങണമെന്നുള്ളതിൽ നിൽക്കുകയാണ്, എല്ലാം ഒന്ന് ഒതുക്കി നിൽക്കുകയാണ് ഞാൻ. നമുക്കൊന്നുകൂടി സ്പീഡാക്കണം ട്ടാ. ഓക്കേടാ, താങ്ക് യു. എന്റെ പേര് അമൃത. പറയാം അമൃത. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഡിഗ്രി പാസ് ഔട്ട് ആയത്. ഞാനിപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ കാരണം നെറ്റില് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിനോട് ജോയിൻ ചെയ്തത്. എന്താപ്പോ അമൃതയുടെ ഒരു യുണീക് ക്വാളിറ്റി എന്താ ഉള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നുമില്ല, ടോക്കാക്റ്റീവ് ആണ്. അതെ, എല്ലാവരും ഇതില് ഇതാണല്ലോ, ടോക്കറ്റീവ് ആണല്ലോ. ഒരു ഉഷാറ് പോയല്ലോ അല്ലെ ദുർഗ മാം? അതെ, നമുക്കൊരു ഗെയിമിന്റെ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ആ ഒരു ഗെയിം കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്തൊരു 5 സെറ്റ് ഓഫ് ആൾക്കാരെ വരണം. അതെ. എന്റെ പേര് ഹസ്ന ജമീൽ. ഞാന് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 2017 ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോ MCom എടുക്കുന്നത്. എന്താണ് ഹസ്നയുടെ സ്പെഷ്യൽ യൂണിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഫീച്ചർ എന്താണ്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബോൾഡാണ്. പിന്നെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാല് ചെയ്യും. ചെറിയൊരു മടിയുണ്ട്. ഡിറ്റർമൈൻഡ് ആണ്. അതെ.
ആ, ബോൾഡ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിലിപ്പോ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ മറ്റുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഹസ്ന ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡിറ്റർമിൻഡ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ആള് വളരെ ഡിറ്റർമിനേഷൻ ഉള്ള ഒരു കുട്ടി തന്നെയാണ്. കാരണം വ്യക്തമായ നമ്മുടെ ഒരു ടൈം ടേബിൾ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആളൊരു ടൈം ടേബിൾ പങ്ക്ച്വലാണ്. ഉണ്ടാക്കി കറക്റ്റ് ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോകുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു സബ്ജക്റ്റിന്റെ ഏകദേശം ഒരു ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് ഹസ്ന എത്തിയിട്ടുണ്ട് കേട്ടാ. അത് അതെ അല്ലെ? ബാക്കിയുള്ള അതെ, അത് ബാക്കിയുള്ള കുട്ടികൾക്ക് മാമ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കിയത്. പക്ഷെ അതിപ്പോ ഞാൻ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതൊരു പ്രാവർത്തികമാക്കിയത് അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലോട്ട് എത്താൻ ശ്രമിക്കുന്ന വളരെ ചുരുക്കം പേരുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണ് ഹസ്ന. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോണം ട്ടാ. അതെ, ഇപ്പൊ നമ്മളെല്ലാരും കൺഗ്രാചുലേറ്റ് ചെയ്യണം. എല്ലാവർക്കും ആ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് പറ്റാറില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും. അതെ, എല്ലാരും എന്താ പറയാ, റോൾ മോഡൽ ആക്കിയിട്ട് നമ്മൾ ആ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ട്രൈ ചെയ്യാം എല്ലാവരും. അങ്ങനെ ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്ന ഒരു കുറച്ച് എല്ലാവരും എഫേർട്ട് എടുക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പോവാന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ളവരിലെ ഒരാളാണ് ഹസ്ന. നമുക്കൊരു ഗെയിം ഇടാം അല്ലെ ദുർഗ മാം? ആ, ഓക്കെ. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് 5 പേരല്ലാതെ ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് വേണം കേട്ടോ. കാണാലോ അല്ലെ മാം? കാണാം കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഫൺ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഗെയിംസിലേക്കാണ് ഇനി നമുക്ക് പോകാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ചും കൂടി എനർജറ്റിക് ആവും. ഇനിയിപ്പം വരാത്ത ലേണേഴ്സ് കൂടി ക്യാമറ ഓൺ ചെയ്ത് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നിങ്ങളൊക്കെ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിംസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് 2 ട്രൂത്ത് ആൻഡ് 1 ലൈ. അതായത് ഇവിടെ നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ട് എല്ലാവരും ഇപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ക്യാരക്ടർ പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ നമ്മളെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു 2 ട്രൂത്തും 1 ലൈ. അതായത് നമ്മളെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഫണ്ണായിട്ടുള്ള രീതിയിൽ പറയാം. ഒരു ഫൺ ഗെയിം ആണല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളെ റിലേറ്റ് ചെയ്ത് വരുന്ന 2 ട്രൂത്തും 1 ലൈയും നമ്മൾ ഇവിടെ പറയാം. ഇതിൽ ഏതാണ് ട്രൂത്ത് എന്നുള്ളതും ഏതാണ് ലൈ എന്നുള്ളതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതാണ് നമ്മുടെ ഒരു ഗെയിം ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മളെ കുറിച്ച് തന്നെ നമ്മളിവിടെ പറയാനായിട്ട് ശ്രമിക്കുക. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. അതിൽ നമ്മൾ ഗസ് ചെയ്യുക. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതാണ് ട്രൂ, ആ പറഞ്ഞിട്ടുള്ള ആ മെൻഷൻ ചെയ്ത വ്യക്തിയുടെ ഏത് നിങ്ങൾക്ക് തോന്നുകയാണ് ഏത് രീതിയിലാണ് അത് ട്രൂ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതാണ് അതിൽ ലൈ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നമ്മൾ ചാറ്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യാം. ആ ഒരു രീതിക്കാണ് നമ്മുടെ ഗെയിം വരുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഞാനിപ്പം എന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു 5 കൺട്രീസിലേക്ക് അല്ലെങ്കിൽ 5 കൺട്രീസിലായിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയാണ്. അതോടൊപ്പം എനിക്ക് 3 ലാംഗ്വേജസ് ഫ്ലുവന്റ്ലി സംസാരിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ഞാൻ ബാങ്കിങ് കോമ്പറ്റീഷനിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പല കോമ്പറ്റീഷൻ എക്സാംസും വിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ട്രൂത്ത് ആയിട്ട് തോന്നുന്നത്, ഏതാണ് ലൈ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഗെയിം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, ഓക്കെ. നൗ ഇറ്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് ആരെയും പേഴ്സണലി ഒന്നും അറിയില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് നിങ്ങൾ ഒരു 3 സെന്റൻസ് പറയും. ബാക്കി അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരുടെ ഗസ് വർക്ക് എത്രമാത്രം കറക്റ്റ് ആണെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അതെ, ആരാണ് അപ്പൊ മുന്നോട്ട് വരുന്നത്? നിങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു മിശ്രിയൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ പോലെ ജസ്റ്റ് ഫണ്ണായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. അത് നമുക്ക് തോന്നുന്ന രീതിക്ക് തന്നെ ഫണ്ണായിട്ട് നമ്മൾ ആൻസേഴ്സും പറയും. ദാറ്റ്സ് ഇറ്റ്. എന്റെ പേര് അഭിരാമി. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞാൻ 2022 ബികോം കഴിഞ്ഞായിരുന്നു. ഇപ്പൊ കറന്റ് സോളാർ പാനലിന്റെ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മുന്നോട്ട് പഠിക്കണം, പല സ്ഥലത്ത് ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് എഡ്യൂക്കേഷൻ പോരാ, ക്വാളിഫിക്കേഷൻ പോരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ എന്തിക്ക് അഡ്മിഷൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു എംകോം എടുത്താൽ മതി, 2 PG തന്നെ 2 വാല്യൂ ഉണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ എംകോമിന് ജോയിൻ ചെയ്തപ്പോൾ നല്ല ഒരു പോസിറ്റീവ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ നോക്കത്തുണ്ട്. പക്ഷെ ജോലിയും ഇതും കൂടെ ചില സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് രാവിലെ 7 മണിക്ക് പോകണം, 9 മണിക്ക് ജോയിൻ ചെയ്യണം ഓഫീസിൽ. തിരിച്ചിറങ്ങുമ്പോൾ 6 മണിയാവും, വീടെത്തുമ്പോൾ 8 മണിയാവും. പിന്നെ
വളർച്ച അതൊക്കെ കാണും. അപ്പൊ ചില സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം കേൾക്കാൻ സമയത്ത് കേൾക്കും. അങ്ങനെയൊക്കെ പോണം. പിന്നെ ഇപ്പൊ മാം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ആണോ ഒരു 3 സ്റ്റേറ്റ്മെന്റ് പറയൂ, അതിന് ബാക്കിയുള്ള ഒരു ഗസ് ചെയ്യോ നോക്കട്ടെ. ഏതാണ് ട്രൂത്ത്, ഏതാ ഒരു ലൈൻ 2 ട്രൂത്തും 1 ലൈയും പറയണം. 2 ട്രിപ്പ് എപ്പോഴും കഥ പറയണമെങ്കിൽ കേരള എനിക്കൊന്നും അറിഞ്ഞൂടാ. 2 അല്ല 1 ലൈ പറയാനാണെങ്കിൽ ചില സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചെന്ന് പറയും. ചില സമയത്ത് ആ ഒരു ഏരിയയിലൊന്നും എത്തിക്കാണൂല, ആ ഒരു പകുതിയൊക്കെ ആവുള്ളൂ. എന്നാലും ഞാൻ ചില സമയത്ത് ആവശ്യമില്ലാത്ത കഥ പറയും. ഞാൻ അവിടെ എത്തി ഇത് എത്തിയിരുന്നു. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് വോയിസിന് ഇത്തിരി ഒരു ക്ലാരിറ്റി കുറവ്. ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്താണ് പറയുന്നതെന്നുള്ളത്. കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ കേൾക്കാം. അത് പിന്നെ അല്ലാതെ എനിക്ക് പറയാൻ തുടങ്ങില്ല. ഞാൻ ഇപ്പൊ ഒന്നും ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, എന്നെ കൊണ്ട് നുണ പറയിപ്പിക്കല്ലേന്ന്. എനിക്ക് നുണ പറയാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു എംകോം ജൂലൈ 25 ലേണേഴ്സിന് നുണ പറയാൻ അറിയില്ല അല്ലേ? അതെ, വളരെ നല്ല ഞാൻ വിളിക്കുമ്പോ മുഴുവൻ നുണയെ പറയുള്ളൂ അല്ലേ? ചില സമയത്തൊക്കെ ചില സമയത്ത് സത്യം പഠിച്ചെന്ന് പറയും. പിന്നെ ഈ ഇടയ്ക്ക് വയ്യായിരുന്നു, ഫിസിക്കൽ ഒക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ അല്ലാതെ പറയണം അതൊക്കെ തന്നെ. എനിക്ക് അറിഞ്ഞൂടാ എന്താ ഇപ്പം ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന്. വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു കുട്ടിയാണ്, ആയതിനാൽ തന്നെ നുണ പറയാൻ കുട്ടിക്ക് കിട്ടുന്നില്ല. അതെ, എങ്കിലും നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോ മുന്നോട്ട് വന്നല്ലോ. അതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു അഭിരാമി. ഞാൻ വിളിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് ട്ടാ. എനിക്ക് തോന്നുന്നു നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോയാലോ മാം? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നുണ പറയാൻ തീരെ താല്പര്യമില്ലാത്ത ലേണേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറയാം. അമ്മേ, ആരാണത്? മിശ്രയാണോ? ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ ലൈവിൽ കയറി ശരിയോ തെറ്റാന്ന് ചെല്ലണം. എന്നോടാണോ ചോദിക്കണേ? അല്ലല്ലോ, ആരെ പറഞ്ഞാ മതി, മാം ചെല്ലണ്ട. മാമിന് കൃത്യമായിട്ട് തന്നെ അറിയാം. അതെ, ഞാൻ ഇന്നലെ ലൈവിൽ കയറി സാറിന്റെ തന്നെ ചോടെടുത്തി. രണ്ടാമത്തെ കാര്യം, ഞാൻ ജീൻസ് ഇടാറേയില്ല. ഞാൻ പറഞ്ഞാ മതി ഉത്തരം? മാം പറഞ്ഞാ മതി. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റയില് റീൽ ഇടാറുണ്ട്. റീൽ ഇടാറുണ്ട് എന്നുള്ളത് ട്രൂത്ത് ആയിരിക്കും അല്ലേ? ഇൻസ്റ്റയില് റീൽ ഇടാറുണ്ട് എന്നുള്ളത് ട്രൂത്ത് അല്ലേ? ഇൻസ്റ്റയില് റീൽ ഇടാറുണ്ട്. ലൈവിൽ കേറാറുണ്ട് എന്നുള്ളത് ലൈ അല്ലേ? നല്ല കേറിട്ട എന്തൊരു അഭിമാനം. ഈശ്വരോ, നല്ല കേറാത്ത ഫോൺ ശരിയില്ല. പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, മടിച്ചാന്ന് പറയുമ്പോ, ലൈവില് കേറിയില്ല എന്നൊക്കെ പറയുമ്പോ ഒരു പ്രത്യേക സന്തോഷ. നുണ പറയുമ്പോ ഒരു പേടുണ്ടോ? സത്യം പറയാനെന്ത് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ? പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ മിശ്രിയ? ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു ഗെയിം ഒന്ന് പ്രോപ്പർ ആയിട്ട് ആക്റ്റീവ് ആയത്. ഓക്കെ, ഇനി അടുത്തത്. ഇന്നത്തെ സെഷനിൽ നമ്മളൊന്നും എന്താ പറയാ, നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള ഒന്നുമല്ല കേട്ടോ. ഇതേപോലെ ഒരു ഫ്രീ ആയിട്ടുള്ള സെഷനാണ്. ഇനി വരുന്ന സെഷൻസുകളൊക്കെ ഇത്തിരി എന്താ പറയാ, നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കേണ്ട സെഷൻസ് ആണ്. ഇന്നത്തെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാം, ഫ്രീ ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് പറയാം. ഇപ്പൊ മിസ്റ്റേക്ക് എങ്ങനെയാണോ? എന്താ നാളെ മുതൽ ഞാൻ ആക്റ്റീവ് അല്ല. നാളെ മുതൽ ഞാൻ ആക്റ്റീവ് ഇരിക്കല. ഇത് നുണയാണ് സത്യമാണോ? പിന്നെ കളി തീർന്നില്ലേ? ഇല്ല, പഠിത്തത്തിന്റെ കാര്യത്തിൽ മടിച്ചാണ് പറഞ്ഞിന്. ഇല്ല, നമുക്ക് ഇനി എല്ലാ സെഷൻസും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കേണ്ട സെഷൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കണം. അതെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിം ഷെയർ ചെയ്താലോ? മിസ് ഇല്ല അങ്ങനെ പറയും. എന്താ
ഇനി ആക്റ്റീവ് ആയിട്ട് ഇരുന്നില്ല റാഗി മിസ്സിന്റെ കോളിരിക്കും എന്താ മിസ്രിയ അറ്റൻഡ് ചെയ്യാത്ത അങ്ങനെയൊന്നും തന്നെ ചോദിക്കുക എന്താ മിശ്രിയാന്ന് തന്നെ ചോദിക്കുക. ടോണ് മൊത്തം മാറും. എന്താ മിശ്രിയാന്ന് ഇന്ന് വരെ ചോദിച്ചിട്ട് ചോദിക്കില്ല ഞാൻ. ഓക്കെ, നമുക്ക് അടുത്ത ഗെയിം തുടങ്ങാം അല്ലേ? ഗെയിമിലേക്ക് പോവാം. ഇതിലെല്ലാരും ആക്റ്റീവ് ആയിട്ട് ആൻസേഴ്സ് പറയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഫോർ 1 minute. ആരാണ് നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? 2 വാക്ക് പറയുന്നത് ആരായിരിക്കും? മലയാളത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഇംഗ്ലീഷിൽ മതി. പറയണമെന്നില്ലേ? നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം. പറയോ? ഓക്കെ, ഏറ്റവും ഉയരം കൂടിയ വൻമതിൽ അല്ലെ? അതന്നെയാണ് നമ്മളും കൂടുതൽ പഠിച്ചിട്ടുള്ളത് അല്ലെ ദുർഗ മാം? അതെ അതെ അതെ. വേറെ ആർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാവോ? ഇത് ബെയ്ജിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബെയ്ജിങ്ങിലാണ്. ഓക്കെ, ഷീന. ഷീബ. ഷീബ. ഓക്കെ, ഓരോരുത്തർ ഓരോ ഇൻപുട്ടുകൾ ഇടുന്നുണ്ടല്ലോ. അങ്ങനെ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചൈന വൻമതിലിനെ കുറിച്ച് പറയാനായിട്ട്? അതിൽ ആൻസർ ആയിട്ടില്ല. നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ. അതെ നമുക്കൊരു പെർട്ടിക്കുലർ ആൻസർ ഇല്ല. നമുക്ക് അറിയുന്നത് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുന്നതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് Okay, കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്യുമായിരിക്കാം. ക്രിയേറ്റ് എ ക്രിയേറ്റീവ് സെന്റൻസ് യൂസിങ് ദീസ് 3 വേർഡ്സ്. ഈ ഒരു 3 വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് മേക്ക് ചെയ്യാനാ പറയുന്നത്. ഈസി ആണല്ലോ അല്ലെ? വേർഡ്സ് വരുന്നത് റെയിൻബോ, ബൈസൈക്കിൾ, ഓഷ്യൻ. നിങ്ങൾക്ക് ഈ 3 വേർഡ്സും ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന രീതിക്കാണോ മാം? അങ്ങനെയല്ലേ? അതെ അതെ. ഒരു സെന്റൻസിൽ വരുന്ന രീതിയിൽ നമുക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് മേക്ക് ചെയ്യാനാണ് പറയുന്നത്. പോരാ പോരാ, ഉഷാർ പോരാ. എംകോം ജൂലൈ 25 ആക്റ്റീവ് ലേണേഴ്സ് അല്ലേ? I saw a rainbow while bicycling through the ocean bands. ഓക്കെ, ഗ്രേറ്റ്. ആരായിരുന്നു? ഷീബയാണോ? ഷീബ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യണമെങ്കിലൊക്കെ മെസ്സേജ് ഇട്ടോളൂ കേട്ടാ. അനാവശ്യമായിട്ടുള്ള ചാറ്റുകൾ വേണ്ടെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? ഒരു 5 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ഇവരുടെ സെൽഫ് ഇൻട്രോയിലേക്ക് പോകും. ആരാണ്? ഐഡന്റിഫൈ ദി ഫേമസ് പേഴ്സണാലിറ്റി. നെൽസൺ മണ്ടേലയാണോ? ഓക്കെ, ഷീബ തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണത്? നമുക്ക് അക്കാഡമിക്കലി മാത്രം കുറെ നോളജ് ഉണ്ടായ പോരല്ലോ, നമുക്ക് ഇതൊക്കെ അറിയണ്ടേ, ലോകപരിചയം വേണ്ടേ? അതെ. നെക്സ്റ്റ്, ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 പ്രൊവൈഡഡ് ഇമേജസ്. ഈ 2 പിക്ചറിലായിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസസ് ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്. 3 ഡിഫറൻസസേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സ്റ്റാൻഡ് ഇരിക്കുന്നത് സ്റ്റാൻഡ് 2 പിക്ചറിലും 2 സൈഡിലോട്ടാണ്. ഫാത്തിമ. 4 ലൈൻ ഇരിക്കുന്നത്. ഒരു സ്കൂട്ടറിൽ 4 ലൈൻ ഉണ്ട്, മറ്റേ സ്കൂട്ടറിൽ 3 ലൈനേ ഉള്ളൂ. ഓക്കെ, ഷീബ പറഞ്ഞ ഒരു മിററിന്റെ സൈഡില് ഒരു ഹാൻഡിലിന്റെ അത് കാണുന്നുണ്ട്, മറ്റേതില് അത് കാണുന്നില്ല. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നോക്കാം അല്ലെ? നമുക്ക് 3 ഡിഫറൻസ് അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതെ, നമുക്ക് നോക്കാം. ഹാൻഡിന്റെ പറഞ്ഞിരുന്നു, ലൈനിന്റെ കാര്യം പറഞ്ഞിരുന്നു, മിററിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു വൈറ്റ് കളർ അതും പറഞ്ഞിരുന്നു. പ്രോപ്പർ ആയിട്ട് 3 ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലേണേഴ്സ്. അതെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ്. അതിനൊരു ഹിന്റ് തന്നിട്ടുണ്ട്. കീ ഇൻ ദ ടീം വർക്ക് എന്നാണ് പറയുന്നത്. ടീം വർക്കിന്റെ അകത്ത് അതാ ആദ്യം പറഞ്ഞത് ആരായിരുന്നു? ക്രിയേറ്റിവിറ്റി ആണോ ചോദിച്ചത്? എല്ലാവർക്കും ഹൃദയപൂക്കൾ. ഓക്കെ, അടുത്തത് നോക്കാം അല്ലെ? ക്രിയേറ്റിവിറ്റി തന്നെയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗെസ് ദ പോപ്പുലർ ഫ്രേസ്. ഈ ഒരു തന്നിരിക്കുന്ന ഇമോജീസ് വെച്ചുകൊണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഫ്രേസ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാമോ? ബുക്സ് ഉണ്ട്, ഹാമർ ഉണ്ട്. എന്താണ് ആരൊന്നും പറയാത്തെ? ആർക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല? നോളജ് റിലേറ്റഡ് ആണോ? അതെ, നോളജ് റിലേറ്റഡ് ആണ്. ടൂൾസ് ഓഫ് നോളജ് ആൻഡ് ഡിസ്കവറി ആണോ? എന്തായിരുന്നു?
ടൂൾസ് ഓഫ് നോളജ് ആൻഡ് ഡിസ്കവറി. അങ്ങനെ അടുത്തെത്തി, നമ്മൾ ആ ഒരു ഫ്രേസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരു അധികം അങ്ങനെ വലിയ ഫ്രേസ് ഒന്നും അല്ല. ആൻസർ നോക്കിയാലോ നമുക്ക് കാണിക്കുക അല്ലെ? ആൻസർ നോക്കാം. ലേണിംഗ് ബൈ ഡൂയിങ്. ഈസി അല്ലേ? ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഫ്രേസ് ആണ് നമ്മൾ ആ ഒരു ഇമേജിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, അടുത്തത് നോക്കാം. ഐ സ്പീക്ക് വിത്തൗട്ട് എ മൗത്ത്. ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ്. ആരാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐ സ്പീക്ക് വിത്തൗട്ട് എ മൗത്ത് ആൻഡ് ഹിയർ വിത്തൗട്ട് ഇയേഴ്സ്. ഐ ഹാവ് നോ ബോഡി ബട്ട് ഐ കം അലൈവ് വിത്ത് വിൻഡ്. വാട്ട് ആം ഐ? ആരാണ്? ഗസ് അടിക്കൂ, അറിയണമെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ. അതെ അതെ. കാറ്റാണോ? കാറ്റല്ല, ഞാൻ കാറ്റിന്റെ കൂടെ വരും എന്നാണ് പറയുന്നത്. എക്കോ ആണോ? എക്കോ. എന്തായിരുന്നു? ക്ലിയർ ആയില്ല. എക്കോ എക്കോ. ആ അതെ. ആണോ? എനിക്കറിയില്ല. യെസ്. ഹലോ. ആരാണത് പറഞ്ഞത്? ചാറ്റ് ബോക്സില് ഫാത്തിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാത്തിമ ഷദ എക്കോ ആണെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടുപേരെ നമുക്ക് വിളിച്ചു നോക്കാം അല്ലെ? അതെ, ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ടുപേരൊന്ന് വരൂ, വേഗം വരൂ. സമയം കളയരുത്, നമുക്ക് സമയമില്ല നമുക്ക് കളയാനായിട്ട്. അതെ. ആരാ ഈ വിവോ P2334 റീനെയിം ചെയ്തിട്ടില്ല? ആരാണ്? അത് ഞാൻ ഇവിടെ പറഞ്ഞതായിരുന്നു. ആ My name ഇനിയിപ്പോ എന്തായാലും ഇവിടെയും കൂടി പറഞ്ഞോളൂ. അതെ. ശോഭന. തൃശ്ശൂർ തന്നെയാണ് വീട്. ആ. തൃശ്ശൂർ കൊടകര ചാലക്കുടി ആ ഭാഗമൊക്കെ തന്നെ. ഉം. അപ്പൊ ഞാന് ഈ ടേൺ വൈസ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഞാനിങ്ങനെ ഇൻസ്റ്റ വഴിയാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെ കണ്ടത് വന്നത്. ആ ഇൻസ്റ്റയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നപ്പോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് MBA പോവാം അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു. പിന്നെ അത് മാറി M.Com ആയി. ഞാൻ 2020 ഡിഗ്രി പാസ്സായത്, BCom പാസ്സായത്. പിന്നെ അത് കഴിഞ്ഞ് കൊറോണ സംഭവമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടാലിയും SAP ഇല്ലേ, ടാലി, അതിനൊരു 1 ഇയർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ബേബി അങ്ങനെ മാരിഡ് ആണ്, അപ്പൊ അങ്ങനെ പറ്റിയിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ വീണ്ടും റീജോയിൻ ചെയ്തു M.Com-ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞൊരു ഇയറിൽ തന്നെയായിരുന്നു ഞാൻ തസ്ലീമ മാമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തതും ഒക്കെ. പക്ഷെ എനിക്ക് അപ്പൊ അത് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ മാം തന്നെയാണ് പറഞ്ഞത് ഇനിയിപ്പോ അടുത്ത സെക്ഷൻ വരുന്നത് ജൂലൈയിലാണ്, അപ്പൊ നമുക്ക് ഇനി അപ്പൊ നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇതുവരെ ഇവിടെ ഇതിട്ട് കയറിയത്. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്റെ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ എല്ലാത്തിലും ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു. ഡാൻസിങ് ആയാലും എല്ലാ ഇതിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഷെയ്നെസ് ഒന്നുമില്ല, അങ്ങനെയാണ്. പിന്നെ ടോക്റ്റീവ് ആണെന്ന് എല്ലാരും പറഞ്ഞു, എന്നാലും ഞാൻ ടോക്റ്റീവ് ആണ്. പിന്നെ വീട്ടില് ഭയങ്കര സ്മൈലി ആയ കാരണം എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്റെ അടുത്തേക്ക് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് എന്റെ ഒരു ഇതെന്ന് പറയാനായിട്ട്. ഓ, നല്ല ക്വാളിറ്റീസ് നല്ലത്. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ സ്മൈലിയാണ്. പിന്നെ രാവിലെ തന്നെ എനിക്കിപ്പോ ഇങ്ങനെ ഇപ്പത്തെ എന്റെ ഒരു ഇത് എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ തന്നെ രാഗി മാം മെസ്സേജ് അയച്ചോ, ലേൺ വൈസിന് എന്തെങ്കിലും മെസ്സേജ് വന്നോ, അതാണ് ഇപ്പൊ എനിക്ക് രാവിലെ തന്നെ ഉള്ള ആ ഒരു തോട്ട്. എന്തെങ്കിലും ഇങ്ങനെ വേറെ എന്തെങ്കിലും മെസ്സേജുകൾ വന്നോ, ആദ്യം പറഞ്ഞ നമ്മൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണെങ്കിലും ഇപ്പത്തെ മൈൻഡിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജ് രാഗി മാം മെസ്സേജ് അയച്ചോ, ലേൺ വൈസിന് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് വന്നോ, അങ്ങനെയുള്ള ഒരു ഇതാണ് ഇപ്പോ. ഇനി കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെയാവില്ലേ, ഓ രാഗിമ മെസ്സേജ് അയച്ചു അതോ. അതെ അതെ. പക്ഷെ ഇപ്പൊ ഓക്കേടാ. തോന്നുന്നു. താങ്ക് യു. ഇത് നിങ്ങളുടെ സെഷൻ ആണ്. നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഗെയിമിലായിക്കോട്ടെ ഇൻട്രൊഡക്ഷനിലായിക്കോട്ടെ ഇതൊക്കെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് ആക്റ്റീവ് ആവാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളെല്ലാരും സ്റ്റാർട്ടിംഗ് പാർട്ട് വരുടെ നല്ലതായിരുന്നു. കാരണം മറ്റൊരു M.Com പാർട്ടിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സെഷൻസിന് സൈക്കിളൊക്കെ വെച്ച് ബെറ്റർ ആയിരുന്നു. പാർട്ടിസിപ്പൻസ് കൂടുതലുണ്ട്. അതെ, മറ്റേത് ഇത്രയും വരാറില്ല M.Com-ല്. ഇതിപ്പോ മോസ്റ്റ്ലി എല്ലാവരും അറൌണ്ട് ഒരു 90% കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സംസാരിക്കോ? അഭിരാമി ബിജു ഒരു സെൽഫ് ഇൻട്രോ പറയാനായിട്ടാണ് പറയുന്നത്. അഭിരാമി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറയോ? എന്റെ പേര് അഭിരാമി. ഞാൻ 2025 BCom പാസ്സായത്. കോട്ടയത്താണ് വീട്. പിന്നെ ഇപ്പം ഒരു CA ഫേമില് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ M.Com കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ചേർന്നത് ഇഗ്നോയില്.
ഓക്കേടാ. എന്താ ഒരു പ്രത്യേക ക്വാളിറ്റി ഉള്ളത്? പ്രത്യേക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടൊന്നുമല്ല, അത്യാവശ്യം ആക്റ്റീവ് ആണ്, ആ അത്യാവശ്യം സംസാരിക്കും, അതൊക്കെ തന്നെ. ഗെയിമിൽ ആക്റ്റീവ് ആവൂട്ടാ, ആ മിണ്ടാതിരിക്കല്ലേ. ആ ഓക്കെ. ഓക്കെ 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 ഓക്കേടാ, താങ്ക് യു. അടുത്തത് ആരാ പറയുന്നേ? അനീസ് ആരാണ്? അനീസ് തൊട്ടൊരു ഫോണില് ഒരു മെക്ക് എടുക്കുന്നുണ്ടല്ലോ, റീനെയിം ചെയ്തിട്ടില്ല. ആരാണ് അനീസ്? ഹലോ, ഹായ് മാം. ഹായ്. എൻ്റെ പേര് അനീസ്. ഞാൻ ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നോക്കാനൊന്നും. ആക്ച്വലി ഞാനിപ്പോ അബുദാബിയാണ്. ഞാനിപ്പോ ഒരു ഓഡിറ്റിംഗ് ഫേമില് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2024 ബികോം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഓഡിറ്റിംഗ് ഫേംസിൽ തന്നെയാണ് നാട്ടില്. ഇവിടെ വാറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, അബുദാബിക്ക് വന്നതാണ്. അപ്പൊ ആ ടൈമിൽ ടാക്സേഷൻ ആണ് ഇപ്പം കൂടുതൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വൈഫ് ഓൾറെഡി ഇതില് ജോയിൻ ചെയ്തു. അപ്പം സെയിം ഞാനും ഒരു പാർട്ടായിട്ട് ജോയിൻ ചെയ്തതാണ്. വൈഫ് പേര് ഫിദ പറയും. ഫിദ. ഫിദ. എംകോം അല്ല, ബി ആണ്, സോറി എം എ ആണ്. അപ്പൊ ഞാനിപ്പോ വർക്കിൽ തന്നെയാണുള്ളത്. അതാണ് ഞാന് വോയിസ് നോട്ട് ഓൺ ചെയ്ത് കേൾക്കുന്നുണ്ട്, അതാണ് സംസാരിക്കാതെ. ഓക്കെ, താങ്ക് യു. ഇവിടെ എന്ത് പേര് പറഞ്ഞ? അനീസ് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? അതെ, മുഹമ്മദ് അനീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതുവരെ ഒരു സെക്ഷനും മീൻസ് ഒന്നിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഇതിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒന്നും. ഓക്കെ 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 ഓക്കെ. അതെ, അപ്പൊ ഇനി പ്രോപ്പറായിട്ട് എന്താ പറയാ, ഇനി അങ്ങോട്ട് അതെ അതെ, യെസ്. ഇനിയിപ്പം അങ്ങോട്ട് സ്ഥിരമായിട്ട് നോക്കണം. ഓക്കെ. അപ്പൊ അനീസ്, താങ്ക് യു. താങ്ക് യു മാം. എന്റെ പേര് ലക്ഷ്മിപ്രിയ. ഞാൻ കാലിക്കറ്റ് നിന്നാണ് വരുന്നത്. ഞാനൊരു CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡന്റ് ആണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ആർട്ടിക്കൽഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് തന്നെ. അപ്പം ഞാൻ അതിന്റെ കൂടെ MCOM കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ലേൺ വൈസിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അവള് MBA കഴിഞ്ഞു. അവളിപ്പോ 4th സെമിസ്റ്റർ ആണ്. അപ്പൊ അവള് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും വിചാരിച്ചു. ഞാൻ വിത്തൗട്ട് മെന്റർ ആണ്. അപ്പൊ ഞാനിങ്ങനെ എന്താ മീൻസ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതില് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്. അപ്പം എന്റെ ഒരു ഇതുണ്ട്, അതാണ് ഞാൻ ഞാൻ ഇങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഞാൻ അങ്ങനെ വരാറില്ല. അതാണ് ഞാൻ ആദ്യമൊന്നും വരാഞ്ഞത്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് സൂം ഇൻ സൂം ഔട്ട് ആണ്. എന്താണ് ആ ഗെയിം എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പം കഴിഞ്ഞ ഗെയിംസ് ഒക്കെ കുറച്ചൊന്ന് സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, കുറച്ചുകൂടി എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്ന ഒരു ഒരു ഗെയിമാണ്. ഇപ്പം നമ്മളൊരു പിക്ചർ നമുക്ക് സൂം ഔട്ട് ആയിട്ട്, അതായത് അത്യാവശ്യം സൂം ഇന്നിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. ആ ഒരു പിക്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പല പല പിക്ചേഴ്സ് ഉണ്ടാവാം, ആക്ടേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ, അല്ലെങ്കിൽ പല രീതിയിൽ വെജിറ്റബിൾസ് ആവാം. അങ്ങനെ പല പിക്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗെയിം വരുന്നത്. അത്യാവശ്യം ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ആൻസേഴ്സ് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവരും പ്രോപ്പർ ആയിട്ട് ആൻസറും അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുന്നു ഞാൻ കരുതുന്നു. ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ. റൊണാൾഡോ. ഓക്കെ, ഒരുപാട് പേര് പറയുന്നുണ്ട് ആൻസർ അല്ലേ? രാഗി മാം? ഓക്കെ, അടുത്ത ആളെ നോക്കിയാലോ? ആരാണ് റൊണാൾഡോ പറഞ്ഞിരുന്നത്? മിശ്രയെ ആണോ? മിശ്രയെ മാത്രല്ല, ഒരുപാട് പേര് പറഞ്ഞിരുന്നു തോന്നുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. ഇതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാവോ? നോക്കാം നമുക്ക് ആരാണെന്നുള്ളത് നോക്കാം. ചാറ്റ് ബോക്സിലും ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ആരാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആരായിരിക്കും? നോക്കാം. യെസ്, ശോഭന തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. VS അച്യുതാനന്ദൻ.
അതെ ഐശ്വര്യാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. ഐശ്വര്യാണ് ആദ്യം പറഞ്ഞതേ. ആ ചാറ്റ് ബോക്സിലും ഒരുപാട് പേര് പറയുന്നുണ്ട്. യെസ്, അച്ചുമാമൻ തന്നെയാണ്. ഇതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാവോ? DQ വേറെ എന്തെങ്കിലും ആൻസേഴ്സ്? ദുൽഖർ സൽമാൻ അല്ലാതെ വേറെ ആരെങ്കിലും? എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. യെസ്, ദുൽഖർ തന്നെയാണ് കേട്ടോ. തെറ്റിക്കുന്നുണ്ട്. ആരാണിത്? വിരാട് ധോണി. ധോണി. വേറെ ആരെങ്കിലും? നോക്കാം. യെസ്, ധോണി. ഓക്കെ, ഇതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാവോ? ഇത് കുറച്ച് കുടുങ്ങുന്നു തോന്നുന്നു. ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വഴിയില്ല. ആരാണ്? സക്കർബർഗ്. 2-3 ഗസ്സോള് വന്നോട്ടെ. വന്നോട്ടെ. അതെ, സ്വാഗതം. നോ ഐഡിയ. മാർക്ക് സക്കർബർഗ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? എലോൺ മസ്ക്. ഇനി ഒരു ഗസ്സും കൂടി നോക്കാം നമുക്ക്. ആർക്കും ഗസ് തന്നെ ഇല്ല തോന്നുന്നുണ്ടല്ലോ. ദുർഗ മാം. അതെ അതെ ജെഫ് ബെസോസ്. അതെ, ഇദ്ദേഹമാണ് അദ്ദേഹം. അതായത് നമ്മുടെ ആമസോണിന്റെ ഫൗണ്ടറാണ് ജെഫ് ബെസോസ്. ഓക്കെ, നമ്മളിപ്പം അറിയാത്ത കുറെ പേരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാലോ. അതെ. ഇതാരാണ്? എനിക്ക് തോന്നുന്നു എംകോം ലേണേഴ്സ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. യെസ്, KS ചിത്ര. ഇതും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. രജനീകാന്ത് തന്നെയാണ്. പോപ്കോൺ ആണോ? കോണാണോ? ഉറപ്പാണ്? കമ്പം. കമ്പം. അതെന്താ സംഭവം കമ്പം? മലയാളത്തിൽ. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്? കോണല്ലാതെ എല്ലാരും കോണാണ് പറയുന്നേ. നെക്സ്റ്റ് നോക്കാം. ഇത് ഐഡന്റിഫൈ ചെയ്യാവോ? വഴുതനങ്ങ. വേറെ എന്തെങ്കിലും? ബീട്രൂട്ട് ആണോ? ബീട്രൂട്ട്, ബ്രിഞ്ചോൾ. പിന്നെ കഴിഞ്ഞോ? ഗസ്സസ് കഴിഞ്ഞോ? നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. വയലറ്റ് കളറാണ്, ബ്രിഞ്ചോളാണ്. അടുത്തത് ഇതെന്തായിരിക്കും? ബ്രൊക്കോളി. ആ, ഇത് കറക്റ്റ് ആയിട്ട് ഒരു ഗസ്. ദുർഗ മാം, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു ഇതില് കൂടുതലും എന്താ പറയാ, സ്ത്രീ ശബ്ദം മാത്രമേ ഉയരുന്നുള്ളൂ അല്ലേ? ഉള്ളൂ. അതെ 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 അതെ. എന്താണിത് അല്ലേ? എന്താണ് ആൻസർ പറഞ്ഞു വരുന്നത്? ബ്രൊക്കോളി. വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും? ബ്രൊക്കോളി അല്ലാതെ? കോളിഫ്ലവർ. ബ്രൊക്കോളിയാണ്. കോളിഫ്ലവർ ഇങ്ങനെയാണോ? അല്ല, വേറെ പറഞ്ഞതോ. നോക്കാം നമുക്ക്. കോളിഫ്ലവർ ആണോ ബ്രൊക്കോളി ആണോ? പക്ഷെ ഞങ്ങൾക്ക് ആദ്യം ഈ സംഭവം കണ്ടപ്പം രാഖി മാം ഞാനും പറഞ്ഞൊരു ഉത്തരണ്ട്, അതാരും പറയുന്നില്ല. അതെ അതെ, നമുക്ക് മാത്രമാണ് ദുർഗ മാം അങ്ങനെ തോന്നിയത്. അതെ, അതാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ആ ഒരു ഉത്തരം? പപ്പായയുടെ പൂവാണോ? പപ്പായയുടെ പൂ. ആ, പിന്നെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. കയ്പ. അതിന്റെ എന്തായിരുന്നു? കയ്പക്കയാണോ? കയ്പയ്ക്ക. ആ, അതായിരുന്നു എനിക്കും രാഖി മാമിന് തോന്നിയത്. പക്ഷെ ആ ഉത്തരം തെറ്റാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ബ്രൊക്കോളിയാണ്. ഓക്കെ, അടുത്തത് പൊട്ടറ്റോ. വെണ്ടയ്ക്ക. അടുക്കളയിൽ നിൽക്കുന്ന നമ്മളോടാണ് കളിയുന്നല്ലേ? അതന്നെ. ക്യാബേജ്. ഇപ്പോഴാണ് എംകോം ജൂലൈ 25 ആക്റ്റീവ് ആയി തുടങ്ങിയത്. അതെ, അടുക്കള കാര്യം വന്നപ്പോ. അതെ അതെ അതെ. വേറെ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഇത് കാണുമ്പം? പംകിൻ തന്നെയാണോ?
യെസ് ഉറപ്പാണ്. ഇത് യെസ് യെസ് പുതുമലയൊക്കെ അല്ലേ അല്ലെ? പായൽ കുറച്ച് അവിടെയൊക്കെ പായൽ പിടിച്ചിട്ടുള്ള ഒരു അതെ അതെ മലപ്രദേശം അതെ അല്ലേ? അതെ. വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല, എല്ലാരും മത്തങ്ങയാണ്. ഒരേ അഭിപ്രായമാണ് എല്ലാവർക്കും. നോക്കാം നമുക്ക്, മത്തങ്ങ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ഗെയിം എൻഡ് ആയിട്ടുണ്ട് അല്ലേ മാം? ഇനി അപ്പൊ അതെ നിങ്ങൾ ഈ അതെ. ഒരു ആ ഒരു എനർജിയോട് കൂടി തന്നെ ബാക്കി കുറച്ച് പേരും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നോളൂ. എന്റെ പേര് സിബി എന്നാണ്. ഞാൻ വരുന്നത് ആലപ്പുഴ. എന്റെ പേര് ആലപ്പുഴയിലാണ്. ഞാൻ കഴിഞ്ഞ 2024 ബികോം പാസ് ഔട്ട് ആയത്. ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ഒരു ടാലിയുടെ കോഴ്സ് ചെയ്തു. ഇപ്പം ഒരു CFM ഒരു ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുക. കൂടെ ഇപ്പം എംകോമിൽ ജോയിൻ ചെയ്തു. ഓക്കെ, എന്താണ് സിബിയുടെ സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് സിബിക്ക് തോന്നാറുള്ളത്? സംസാരിക്കാൻ പക്ഷേ അതായത് ടോക്കറ്റീവ് ആണ്. എല്ലാവരും ടോക്കറ്റീവ് ആണല്ലേ? അതെ, എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം. എന്റെ പേര് ഡേവിഡ്. എന്റെ വീട് തൃശ്ശൂരാണ് ഇരുന്നത്. ഞാനിപ്പോ ഒരു 2 years മുന്നാണ് ബികോം പാസ് ഔട്ട് ആയത്. ഞാൻ CMA വിത്ത് ബികോം പഠിച്ചിരുന്നത്. പിന്നെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാണ്ടായി ഇപ്പൊ പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ഡിസ്റ്റന്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ബികോം. പിന്നെ അതിന് ശേഷം ഒരു PG വേണമെന്ന് അങ്ങനെ തോന്നിയപ്പോ MBA എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് പറ്റിയില്ല. അങ്ങനെയാണ് എംകോമിക്ക് എത്തിയത്. അപ്പോ അങ്ങനെ ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് എംകോം ചെയ്യുന്നു. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല, പഠിച്ചു പോകുന്നു. എന്താണ് ഡേവിഡിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് ഡേവിഡിന് തോന്നാറുള്ളത്? പ്രത്യേകിച്ചും തോന്നാറില്ല. ഞാൻ ഇൻട്രോവേർട്ട് ക്യാരക്ടറാ. അധികം ഇൻട്രോവേർട്ട് ആണ്, അതാണ് എന്റെ സ്പെഷ്യൽ ക്യാരക്ടർ അല്ലേ? സ്പെഷ്യൽ ക്യാരക്ടർ അല്ല, അങ്ങനെ അടുത്തറിയണവരോടൊക്കെ സംസാരിക്കാം. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഒരാളായിട്ട് കമ്പനി ആവില്ല. അത് കാരണം കൊണ്ട് എന്തായി നമ്മൾ ഇത്ര നേരം ഡേവിഡിനെ വിളിച്ചു നിൽക്കേണ്ട അവസ്ഥയായി. അതെ 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 അതെ, അതെ. വിളിച്ചാലേ ഞാൻ കുറച്ച് വരുള്ളൂ നേരത്തെ വന്നേനെ. എന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. ഇനി അല്ല, വരുന്ന കുറച്ചേരം സെഷൻസിൽ വരണമെന്ന് നമുക്ക് വിചാരിക്കുന്നു. പ്രോപ്പർ ആയിട്ട് ഡേവിഡിനെ ആദ്യം വിളിക്കാം. ഇൻട്രോവേർട്ട് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അതെ, ഓക്കെ മാം. ഇനി കുറച്ചു പേരും ഓക്കെ കൂടെ താങ്ക് യു. വരാനുള്ളൂ അല്ലെ? ആരൊക്കെയാ വേഗം അതെ വരൂ. അതെ, താങ്ക് യു ഡേവിഡ്. അപ്പൊ നമ്മള് ഇന്നലെ നിങ്ങൾക്ക് നിങ്ങളുടെ സെഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ന്യൂ ഹൊറിസോണ്ടൽ ഫോം തന്നിട്ടുണ്ടായിരുന്നു. അത് ഫില്ല് ചെയ്ത് കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു 6th തന്നെ, അല്ലെങ്കിൽ ഓൺ ഓർ ബിഫോർ 6th അതിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം അത് നമുക്ക് ലേൺവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങൾ പരമാവധി എല്ലാ ആ കാര്യങ്ങളും ഫോം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ അങ്ങോട്ടുള്ള സെഷൻസിലൊക്കെ നിങ്ങൾക്ക് ഓരോ ഗൂഗിൾ ഫോം വെച്ചിട്ട് തരും. അത് അത്ര സമയമൊന്നും എടുക്കുന്ന ഒരു ഫോം അല്ല. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 minutesന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഫോമാണ്. അപ്പൊ ഇന്നും നിങ്ങൾക്ക് ഒരു ഫോം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഇന്നത്തെ സെഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫോമാണ്. അപ്പൊ ഞാനത് ഫോം ഷെയർ ചെയ്ത് തരാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അതിലൂടെ ഗോ ത്രൂ നമുക്ക് ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു അല്ലെ? ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, മീൻസ് എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞതിന് ശേഷം ദുർഗ മാം അല്ലെ? അപ്പോ നമ്മുടെ സെഷൻ 2 ഐസ് ബ്രേക്കിംഗ് ആക്ഷൻ ടാസ്ക് ആണ്. ഈ സെഷനിൽ നിങ്ങളുടെ ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എൻറോൾഡ് ഇഗ്നോ പ്രോഗ്രാം, ഏത് പ്രോഗ്രാമിനാണ് നിങ്ങൾ എൻറോൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെൻഡർ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ LSC ആരാണെങ്കിൽ അവരുടെ പേര് കൊടുക്കുക. അതായത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തി ആരാണ്, ലേൺവേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഐസ് ബ്രേക്കിംഗ് സെഷന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ചെയ്തത്? നമ്മൾ റാപ്പിഡ് ഫയർ ഇൻട്രോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ട്രൂത്ത് ആൻഡ് 1 ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെയിൻ ബസ്, സൂം ഇൻ സൂം ഔട്ട്, ഇത്രയും ഗെയിംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്യുക. പിന്നെ വിച്ച് ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി ഡിഡ് യു എൻജോയ് ദ മോസ്റ്റ് ആൻഡ് വൈ? ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ഷെയർ 1 സർപ്രൈസിങ് ഓർ ഇൻട്രസ്റ്റിംഗ് തിങ്സ് യു ലേൺഡ് അബൌട്ട് പിയർ ഡ്യൂറിംഗ് ദീസ്
ആക്ടിവിറ്റീസ്. ഇതിലിപ്പോ നിങ്ങൾ ഒരുപാട് ലേണേഴ്സിനെ നിങ്ങൾ പരിചയപ്പെട്ടു. കുറച്ച് പേരെ ഇൻട്രോ പറയാൻ വന്നിട്ടുള്ളൂ എങ്കിലും അവരൊക്കെ നിങ്ങൾ അവരെ കുറിച്ചും അല്ലെങ്കിൽ അവർ വരുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞു. അപ്പൊ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ബാച്ചിലുള്ള ഒരു പിയർ ആരാണ്, ഏത് വ്യക്തിയെയാണ് നിങ്ങൾക്ക്, ഏത് വ്യക്തിയുടെ കാര്യത്തിലാണ് കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അയാളെ കുറിച്ചുള്ള ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം, അത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ഹാഡ് ടു ഡിസ്ക്രൈബ് യുവർ സെൽഫ് യൂസിങ് ജസ്റ്റ് വൺ ഇമോജി വിച്ച് വുഡ് ഇറ്റ് ബി ആൻഡ് വൈ. നിങ്ങളൊരു ഇമോജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണെന്ന് കൺവേ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഇമോജി യൂസ് ചെയ്യുമെങ്കിൽ ഏത് ഇമോജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുക? അപ്പൊ ആ ഇമോജി നിങ്ങൾ അവിടെ വരയ്ക്കുകയോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വരച്ച് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. വിച്ച് വുഡ് ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഇമോജി കൊടുക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. പിന്നെ ലേൺ വൈസ് ആൻഡ് മീ, ഷെയർ വൺ ക്ലിയർ എക്സ്പെക്ടേഷൻ ഓർ ഹോപ്പ് യു ഹാവ് ഫ്രം യുവർ ലേൺ വൈസ് ജേർണി. നിങ്ങളുടെ ഇനിയുള്ള അങ്ങോട്ട് ലേൺ വൈസ് ജേർണിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നിങ്ങളിപ്പോൾ ലേൺ വൈസിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാവുമല്ലോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. എന്താണെന്നാണ് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തേക്ക് ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നലെയുള്ള ഹൊറിസോണ്ടൽ ഫോമും അത് നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതും അതും നിങ്ങൾ ഫില്ലിൻ ചെയ്ത് കൊടുക്കുക. ഒന്നും പിന്നോക്കേ വെക്കേണ്ട. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതൊരു ഭാരമായിട്ട് മാറും. അപ്പോൾ ആക്ഷൻ ടാസ്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ആക്ഷൻ ടാസ്ക് ഓക്കെ ആണല്ലോ അല്ലെ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ലേൺ വൈസിന്റെ ജേർണിയിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് നമ്മളൊന്ന് കടന്നു. ഇനി അങ്ങോട്ട് നമ്മൾ എന്താണ് ഓരോ സ്റ്റേജസിലോട്ട് നമ്മൾ കടന്ന് പതുക്കെ നമ്മുടെ അക്കാഡമിക് ജേർണിയുടെ നമ്മുടെ പുസ്തകങ്ങൾ തുറക്കുന്ന ഒരു സ്റ്റേജിലോട്ട് വരും. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒരു ഫൺ എലമെന്റ് ആയിരുന്നു ഇന്നത്തെ ഒരു ഫൺ ഫാക്ട്, എന്താ പറയാ, നിങ്ങളെ പരമാവധി റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു സെഷന്റെ ഒരു ഉദ്ദേശം. അതിൽ കുറച്ചൊക്കെ നമ്മൾ സക്സസ് ആയി എന്ന് കരുതുകയാണ്. പിന്നെ കുറെ പേരൊന്നും തുറന്ന് മുമ്പോട്ട് വന്നില്ല. ഇനിയുള്ള സെഷൻസിലായാലും അല്ലെങ്കിൽ ഇനി നമുക്ക് ഒരുപാട് അവസരങ്ങൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നമ്മൾ വിർച്വലി ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓണം സെലിബ്രേഷൻ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ സെഷൻസിലൊക്കെ നിങ്ങളാ കിട്ടുന്ന നിങ്ങൾക്കൊരു എന്താ പറയാ ഓഫ്ലൈൻ മോഡിൽ നിങ്ങൾ കോളേജസിലൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾ പരമാവധി എൻജോയ് ചെയ്തെന്നും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഒരു ഇതുണ്ടായോ, എനിക്ക് മാത്രമാണോ പഠിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്കാണോ ഇത്രയും ഗ്യാപ്പ് ഉള്ളതെന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിലൊക്കെ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്നേക്കാൾ അധികം എഡ്യൂക്കേഷന്റെ ഗ്യാപ്പ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. അത് ഒരു കോൺഫിഡൻസും കൂടി ബൂസ്റ്റപ്പ് ചെയ്യും. കാരണം എന്നെ പോലെ ഒരാൾ, ഞാൻ മാത്രമല്ല ഇനിയും അല്ലെങ്കിൽ അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരാളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് തരുന്നതാണ്. സോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്ത് ഇൻപുട്ട് ആണെങ്കിലും അത് നിങ്ങൾ പോസിറ്റീവായി കണ്ടുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക്കിലോട്ട് നിങ്ങൾ അതൊരു മുതൽക്കൂട്ടായിട്ട് എടുക്കുക. അപ്പോൾ ഇനിയുള്ള എല്ലാ യാത്രകളും നിങ്ങളുടെ സുഖകരമാക്കട്ടെ. നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷനിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങൾ എൻഷുർ ചെയ്യുക. കുറച്ചും കൂടി നിങ്ങൾ ആക്റ്റീവ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഇനിയുള്ള സെഷൻസിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ 2 വർഷത്തെ ലേൺ വൈസിനോട് കൂടിയുള്ള 2 വർഷം 1 വർഷം ഈ ഒരു നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മാക്സിമം എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. പേഴ്സണാലിറ്റി വൈസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തു നിന്നും ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടെ ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ദുർഗ മാം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു, മാധവി മാം ഉണ്ടായിരുന്നു, നസ്ല മാം ഉണ്ടായിരുന്നു, വാണി മാമും ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മളുടെ ഈ ഒരു സെഷൻ നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങളുടെ പേരിൽ ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനിയുള്ള എല്ലാ സെഷൻസിലും നിങ്ങൾ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക. ഇന്നത്തെ ഒരു സെഷൻ മാക്സിമം സക്സസ്ഫുൾ ആക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും നമ്മൾ മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നും നന്ദി. താങ്ക് യു.